എന്നതാ ഇച്ചായൻ അതിലൊരു സങ്കടം പോലെ? പാപ്പിച്ചായൻ മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് പ്രസാദിച്ചു എന്നുള്ളത് നേരാ. അതുകൊണ്ട് ഇച്ചായന് ബുദ്ധിമുട്ടായെങ്കില് ഞാൻ പാപ്പിച്ചായനോട് പറഞ്ഞ് ശരിയാക്കാവന്നേ. എന്നതാ അത് വേണോ? അയ്യോ, നീ എന്നതാ മോളെ പറയുന്നത്? നിനക്ക് സ്വത്ത് കിട്ടിയതില് ഈ ഇച്ചായന് സങ്കടം ഉണ്ടെന്നോ? ദേ, സ്വപ്നത്തിൽ പോലും നീ അങ്ങനെയൊന്നും ചിന്തിച്ചേക്കല്ലേ മോളെ. സത്യം പറഞ്ഞ ഇച്ചായന് ഒരുപാട് സന്തോഷമുള്ള ദിവസം മോളെ. മറ്റവനൂടെ ആ പെണ്ണിനെ കൊണ്ട് വന്നു കയറിയതിന്റെ പിന്നില് ചാച്ചന്റെ സ്വത്ത് കൈക്കലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ദേ, അത് മനസ്സിലായ അന്ന് മുതൽ ഞാൻ ചാച്ചന്റെ പിന്നാലെ നടന്ന് പറയുമായിരുന്നു എത്രയും വേഗം സ്വത്തുകൾ മുഴുവൻ നിന്റെ പേരിൽ എഴുതി വയ്ക്കാൻ. ഇത്തിരി വൈകിട്ടാണെങ്കിലും വേണ്ടില്ല, ചാച്ചനത് കേൾക്കാൻ മനസ്സ് കാണിച്ചല്ലോ. മതി, ഇച്ചായന് സന്തോഷമായി മോളെ, ഒരുപാട് ഒരുപാട് സന്തോഷമായി. പക്ഷേ ഇച്ചായൻ ആഗ്രഹിക്കുന്നത് പോലെ മുഴുവൻ സ്വത്തും എന്റെ പേരിലായില്ലല്ലോ. അതെന്നതാടി നീ അങ്ങനെ പറഞ്ഞത്? കടലോളം കിട്ടിയിട്ട് നിനക്കൊന്നും പോരാന്നാണോ ഇപ്പൊ നീ പറയുന്നത്? അതോ എനിക്ക് കിട്ടിയതും കൂടി നിനക്ക് വേണമെന്നാണോ? എന്റെ ദൈവമേ, ഇച്ചായൻ എന്നെ വർത്താനായി പറയുന്നേ. ഇച്ചായന് കിട്ടിയത് ഞാൻ കൈയിട്ട് വരാൻ നോക്കുന്നു തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞത് അമ്മച്ചിയുടെ ഷെയറിന്റെ കാര്യമാ. അമ്മച്ചിയുടെ കയ്യുന്നത് രേഖാമൂലം എഴുതി വാങ്ങിച്ചുവെങ്കിലും അത് ആർക്കും ഷെയറായിട്ട് തന്നില്ലല്ലോ പാപ്പിച്ചായൻ. എന്നതൊക്കെ പറഞ്ഞാലും മൂത്ത മോനല്ലയോ, ചിലപ്പോ അതേലൊരു ഓഹരി കൊടുക്കാൻ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. ആര്? ചാച്ചനോ? ഏയ്, അങ്ങനെയൊന്നും ചാച്ചൻ ചെയ്യില്ല മോളെ. അതിന് അവനെന്ന് പറഞ്ഞ അത്രയ്ക്ക് കലിയിളകി നടക്കുമല്ലേ. പിന്നെ അമ്മച്ചിയുടെ ഷെയറിൽ ഇപ്പൊ കൈവയ്ക്കാതിരിക്കുന്നതേ ചാച്ചന്റെ ഒരു ബുദ്ധിയാന്നേ. അതാവുമ്പോ സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് തന്നു പറഞ്ഞ് അവനും അമ്മച്ചിക്കൊന്നും ബഹളത്തിന് എല്ലാം പറ്റില്ലല്ലോ. നീ നോക്കിക്കോ, സമയമാവുമ്പോ അതും ചാച്ചനെ കൊണ്ട് നിന്റെ പേരിൽ എഴുതി വപ്പിക്കും ഈ ചയൻ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മോള് കോടീശ്വരിയായി നല്ല രാജകുമാരിയെ പോലെ വാഴണം. അതാ ഈ ഇച്ചായന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നടക്കൂടി, നടത്തി തരും ഞാൻ. പോകുന്നവരോടൊക്കെ പോവാൻ പറയടി. നിന്റെ പാപ്പിച്ചായന് ഈ ഇച്ചായനൊക്കെ കൂടെ ഉള്ളപ്പോ നീ പിന്നെ എന്നെത്തിനാ പേടിക്കുന്നേ? അതിന് എനിക്ക് പേടിയുണ്ടെന്ന് ആരാ പറഞ്ഞ്? ഇനിയിപ്പൊ നിങ്ങൾ ആരും കൂടെ ഇല്ലെങ്കിലും ആരുടെയും മുമ്പിൽ തല കുനിക്കാതെ നല്ല അന്തസ്സോടെ ജീവിക്കും ഈ സൈന പൂക്കാട്. എനിക്കിനി ഒരു ലക്ഷ്യമേ ഉള്ളൂ ബെനിച്ചായ. എത്രയും പെട്ടെന്ന് അവളെയും അയാളെയും ഇവിടെ നാട്ടിയിറക്കി വിടണം. ഇവിടുത്തെ മരുമോളാണെന്ന് അവകാശവും പറഞ്ഞ് അവളെന്നെ കുറച്ചു കാലമായി ഭരിക്കുന്നു. ഈ വീടിപ്പൊ എന്റെ പേരിലായ സ്ഥിതിക്ക് ഇനി എനിക്ക് എന്നെ പേടിക്കാനാ ബെനിച്ചായ. ഇന്ന് തന്നെ ആ നാശം പിടിച്ചവളെ ഞാൻ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുന്നുണ്ട്. എന്റെ റൂം പോയിട്ട് ഈ വീട്ടിൽ സൂചി കുത്താനൊരിടം പോലും ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല. നോക്കിക്കോ. ഏയ്, നീ മണ്ടത്തരൊന്നും കാണിക്കില്ലേ മോളെ. പാർട്ടീഷൻ നടന്നു വെച്ചേ ചാടി കയറി അവളെ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും നീ നിൽക്കണ്ട. പ്രമാണം സാധുവായി വരാനേ ഒരു 1-2 മാസത്തെ സമയം വരും. അതുവരെ ഇതൊന്നും ആരും അറിയാതെ കൊണ്ടുപോകണം. നീ അവളോടും അയാളോടൊക്കെ ഇപ്പൊ മുട്ടാൻ നിന്നാലേ അവരാരേലും കോർട്ടിൽ ഒരു ഒബ്ജക്ഷൻ കൊടുത്താ അത് പിന്നെ നമുക്കൊരു പാരയായിട്ട് വരും. ഈ രജിസ്ട്രേഷൻ ഒന്ന് സാധുവായി വരട്ടെ, എന്നിട്ടാവാം ബാക്കിയൊക്കെ. ദേ, നീ വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ കാര്യം സേഫായ പിന്നെ അവരെ ഇവിടുന്ന് കെട്ടിക്കാൻ നമുക്ക് ധാന്ന് പറയണ സമയം മതി. അതുവരെ എന്റെ മോളൊന്ന് കടിച്ചു പിടിച്ച് നിന്നേക്കണം കേട്ടോ. ശരി, ഇച്ചയം പറഞ്ഞതിന് ഞാനായിട്ട് അനുസരിച്ചില്ലെന്ന് വേണ്ട. ആ മോളെ, ഒരു കാര്യം പറയാൻ ഞാൻ അങ്ങ് വിട്ടുപോയി. എന്നതാ ചായ? അതെ, ഈ ചായന് ശരിക്കും ഒരു അബദ്ധം പറ്റി. പൂവാറുള്ള നമ്മുടെ ആ 80 ഏക്കർ തെങ്ങുന്തോട്ടമില്ലേ, ചാച്ചൻ ഒരിക്കലിങ്ങനെ സംസാരിച്ചതിന്റെ കൂട്ടത്തിലേ അത് എനിക്കുള്ളതാണെന്ന് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ ഇന്ന് വക്കീല് പറയുമ്പോഴാ അത് നിന്റെ പേരിലാണെന്ന് ഞാൻ അറിയുന്നത്. ചാച്ചൻ ചിലപ്പോൾ അത് വിട്ടുപോയതായിരിക്കും. സാരമില്ല, എനിക്കായാലും നിനക്കായാലും അത് ഒരുപോലെയല്ലയോ. പക്ഷേ ചാച്ചന്റെ ആ വാക്ക് നമ്പി ഞാനൊരു മണ്ടത്തരം കാണിച്ചു കളഞ്ഞു. അതാ ഇപ്പൊ അബദ്ധമായത്. എന്നതാ കാര്യം ബെനിച്ചായ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ ചെറിയൊരു പ്രശ്നം തന്നെയാ. ഇച്ചായൻ കാര്യം എന്നാന്ന് വെച്ചാ പറ. അതിപ്പോ ആ പ്രോപ്പർട്ടി എന്നായാലും എനിക്ക് കിട്ടുമെന്നും പറഞ്ഞ് എൻ്റെ ഒരു NRI സുഹൃത്തിന്റെ പാർട്ട്ണർഷിപ്പിൽ ഞങ്ങൾ അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു.
അതിന്റെ ലൈസൻസിനും അപ്രൂവലിനൊക്കെയായി എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഒരു 4-5 കോടി ഇറക്കുകയും ചെയ്തു. അതിനിപ്പോ എന്നതാ, ലൈസൻസ് കിട്ടുകയല്ലേ? ആ, അതൊക്കെ റെഡിയാ. പക്ഷേ സംഗതി സാങ്ഷനായി വരുമ്പോ പ്രോപ്പർട്ടി എന്റെ പേരിലല്ലാന്ന് വന്നാ അത് ഞങ്ങൾ തമ്മിലൊരു ഇഷ്യൂ ആവും. ഓ, അതിലെന്നതാ ഇത്ര പ്രശ്നം? എന്നെയും കൂടി അതേലൊരു പാർട്ണർ ആക്കിയ പോരെ? മതിയായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു പാർട്ട്ണർ കൂടി വരിക എന്ന് പറയുമ്പോ അതും എന്റെ പെങ്ങള് തന്നെ. അത് എന്റെ ഫ്രണ്ടിനൊരു വിശ്വാസക്കുറവായിരിക്കുമല്ലോ. അല്ല, അതിനവനെ കുറ്റം പറയാനും പറ്റില്ല. ആർക്കായാലും അത് അങ്ങനെയല്ലേ തോന്നൂ. ഇനിയിപ്പോ എന്നാ ചെയ്യാനാ ഇച്ചായന്റെ പ്ലാൻ? തൽക്കാലം പ്രോജക്റ്റ് ഒന്ന് മൂവ് ആവുന്നത് വരെ ആ പ്രോപ്പർട്ടി നീ എന്റെ പേരിലോട്ടൊന്ന് മാറ്റി തന്നാ മതി. ഹോട്ടൽ റൺ ചെയ്ത് തുടങ്ങിയ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ആവാലോ. ആ, പിന്നൊരു കാര്യം, തൽക്കാലം അതുവരെ ചാച്ചൻ ഇതൊന്നും അറിയരുത്. ചാച്ചനോട് ആലോചിക്കാതെ ഓരോന്ന് കമ്മിറ്റ് ചെയ്തു എന്ന് അറിഞ്ഞാൽ പിന്നെ അത് മതി ദേഷ്യം പിടിക്കാൻ. അതുകൊണ്ട് നമുക്കിത് രഹസ്യമായിരിക്കും, അല്ലേ മോളെ? അയ്യോ, പാപ്പിച്ചായൻ അറിയാതെയോ? അത് നടക്കുകയല്ല ബെനിച്ചായ. എന്നെ വിശ്വസിച്ച് പാപ്പിച്ചായൻ അത് എന്റെ പേരിൽ എഴുതിയപ്പോ ഞാനായിട്ട് കള്ളത്തരം കാണിക്കുന്നത് ശരിയാണോ? അല്ല മോളെ, ഇത് കള്ളത്തരൊന്നും അല്ലല്ലോ. നമ്മൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ്. എന്നതാണെന്ന് പറഞ്ഞാലും പാപ്പിച്ചായൻ അറിയാതെ ഒരു കളിക്കും ഞാനില്ല. ഞാൻ വേണമെങ്കിൽ പാപ്പിച്ചായനോട് പറഞ്ഞ് ഇച്ചായന്റെ ഫ്രണ്ട് ചെലവാക്കിയ തുകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്താ? ഏയ്, അത് വേണ്ട. ആ തുകയുടെ കാര്യം എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ വെറുതെ ഒരു സാധ്യതയുണ്ടല്ലോ എന്ന് കരുതി വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. മോളതങ്ങ് മറന്നേക്കാം. അവന് വേറൊരു ലാൻഡ് ഓണറെ പാർട്ട്ണറായി കൊടുത്താൽ പോരെ? അതൊക്കെ ഞാൻ വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും. മോളിത് ചാച്ചനോടൊന്നും പറഞ്ഞേക്കല്ലേ. പൗലോസച്ചായം പിന്നെ എന്റെ തല എടുക്കാൻ വരും. ഓ, ഈ ഇച്ചായന്റെ ഒരു പേടി. ഞാനൊന്നും പറയാൻ പോകുന്നില്ലെന്നേ. അല്ല, ഇയാൾ ഇതുവരെ ആലോചിച്ചൊരു തീരുമാനം എടുത്തില്ലേ? ഫീൽഡ് ഓഫീസർ എന്താ വീട്ടിൽ പോകുന്നില്ലേ? പോണം. പോയാൽ അമ്മയൊന്നും ഇന്ന് എനിക്ക് സ്വൈര്യം തരത്തില്ല. അവരെ വിഷമിപ്പിക്കാതെ ഇയാളങ്ങ് സമ്മതം പറഞ്ഞ പ്രശ്നം തീരില്ലേ? ജാട കളഞ്ഞിട്ട് സന്തോഷത്തോടെ പോവാൻ നോക്ക് സാറേ. എന്നിട്ട് വീട്ടിൽ പോയി കാത്തൂനോടും രുക്കൂനോടും ഒക്കെ ധൈര്യമായിട്ട് ഓക്കെ എന്ന് പറയാൻ പറ. ഫീൽഡ് ഓഫീസറെ, അത് ചോദിക്കാൻ മറന്നു. ആ ഗൾഫുകാരന്റെ മോൾ എങ്ങനെയാ? കാണാൻ നല്ല സുന്ദരിയാണോ? അതോ എന്നെ കൂട്ടി നത്തിനെ പോലാണോ? നല്ല സുന്ദരിയായിരിക്കും അല്ലേ? ഞാൻ ഇറങ്ങുന്നു. കറണ്ട് ചാർജോ? അത് 15-ാം തീയതിക്ക് അടച്ചാ മതിയല്ലോ ഭരതൻ ചേട്ടാ. ആ, അത് ഞാൻ കൊച്ചിന്റെ കൊടുത്തു വിട്ടോളാം. പിന്നെന്താ? ആ, കഴിച്ചു. ഉണ്ട്, 2 പേരും ഇവിടെ ഉണ്ട്. ആ, ഗേറ്റ് ഞാൻ അടച്ചോളാം. അടച്ചോളാന്നേ. ഹലോ ഹലോ. അയ്യോ, കട്ടായി പോയി. ഭരതേട്ടനാ? അതിങ്ങനെ കൂടെ കൂടെ വിളിച്ചോണ്ടിരിക്കും. അകത്ത് റേഞ്ച് കുറവാണേ. ആണോ? അല്ല, മോനൊന്ന് പോകുന്നില്ലെന്നല്ലേ പറഞ്ഞേ? അതെ അതെ. പിന്നെന്താ പോയി വേഷമൊക്കെ മാറാത്തെ? എന്നിട്ട് അടുക്കളയിലോട്ട് കേറി ആ പെങ്കൊച്ചിനെ ഒന്ന് സഹായിക്കുന്നേ. ആ കൊച്ചിനെ വെച്ചോണ്ടത് ഒറ്റയ്ക്ക് കിടന്ന് എല്ലാ ജോലിയും ചെയ്യല്ലേ. വീട്ടിൽ നിൽക്കുന്ന സമയത്തെങ്കിലും ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ? ഓ, അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെയാ. വീട്ടിൽ നിൽക്കുമ്പോ പോലും ഒരു കൈ സഹായിക്കൂല. ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ലുന്നേ. പോവാ. ചേച്ചി കിടക്കാറായില്ലേ? ഓ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ. ഫോൺ കട്ടായതല്ലേ. പറഞ്ഞേട്ടൻ ഇനിയും ചിലപ്പം വിളിക്കുമായിരിക്കും. ശരി. ആ, ദേ വിളിച്ചു. ഭരതൻ ചേട്ടാ, അയ്യോ കട്ടായി പോയതാ. കേക്കാൻ മേലേ? കട്ടായി പോയതാന്ന്. ആ, അത് ഞാൻ ചെയ്തോളാം. ഇല്ല, റേഞ്ച് ഇല്ലായിരുന്നു. ഞാനിപ്പോ വെളിയിലാ. ആ, ശരി.
മോൾ എന്ത് ചെയ്യുന്നു? ആണോ? ആ വേണ്ട വേണ്ട, വിളിക്കണ്ട. ആ ശരി. ഇയാൾ പോയില്ലേ? ഇല്ല, ഒരു ഭാര്യയുണ്ട്. എന്തു പാര? ദേ ആ കുറിച്ച് മുറ്റത്ത് തന്നെ നിൽക്കുക. അതിനെന്താ, നമ്മൾ അവരോട് കാര്യം പറഞ്ഞല്ലേ. അതല്ലടോ, നേരത്തെ ആ പെണ്ണുപിള്ള എന്നോട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ഞാനപ്പോ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നില്ലെന്നാ പറഞ്ഞത്. അവര് പതിരി കയറി പിടിച്ചിരിക്കുക. അതിനെന്താ, ഇപ്പൊ അത്യാവശ്യമായിട്ടൊരു കോള് വന്നു, പുറത്തു പോണോന്ന് അവരോട് പറഞ്ഞാ പോരെ? ഏയ്, അത് ശരിയാവില്ല. ആദ്യം പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടേ ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് പോയാലേ അവർക്ക് സംശയങ്ങൾ കൂടത്തേ ഉള്ളൂ. അപ്പൊ എന്താ തന്റെ പരിപാടി? പോവാതിരിക്കാനാണോ? അത് പറ്റില്ല, ഇയാൾ ഇവിടെ സ്റ്റേ ചെയ്യണ്ട. അയ്യോ ഇല്ല, ഞാൻ പൊയ്ക്കോളാം. ആദ്യം ആ പെണ്ണുമ്പിള്ള അവിടെ നിന്നൊന്ന് പൊയ്ക്കോട്ടെ. ആ തള്ള പോയോ എന്തോ. ഈശ്വര, പോയി. ദൈവമേ, ആ തള്ള ഇത് പൂട്ടിയോ? ശ്ശേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ പെണ്ണും പിള്ള കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ഇനി ഞാൻ എങ്ങനെ പുറത്തു കിടക്കും? ആകെ പുലിവാലായല്ലോ. ഈശ്വര, അമ്മ വിളിക്കുന്നു. എന്താ ശങ്കർ, ഇയാൾ പോയില്ലേ? എങ്ങനെ പോകാനാടോ? ആ തള്ള ഇതും പൂട്ടിക്കൊണ്ടാ പോയേക്കുന്നത്. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. രാത്രിയായ ഈ ഗ്രില്ലും ആ കോമ്പൗണ്ട് ഗേറ്റും ഒക്കെ വേറെ കീട്ടാ പൂട്ടുന്നത്. ദേ, വീട്ടിൽ നമ്മ വിളിയോട് വിളി. ആകെ കുളമായല്ലോ. എന്റെ വണ്ടി ഞാൻ എങ്ങനെ എടുക്കും? ഇനിയിപ്പൊ എന്ത് ചെയ്യും? വീട്ടിൽ പോക്ക് നടക്കില്ലെന്നാ തോന്നുന്നത്. അപ്പൊ ഇയാൾ ഇവിടെ സ്റ്റേ ചെയ്യാനോ? അത് പറ്റില്ല. ഇയാൾ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയേ പറ്റൂ. ഒരുമിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാൻ സമ്മതിക്കില്ല. ഗൗരി, താൻ ഇങ്ങനെ കിടന്ന് ബേളം വെക്കാതെ. ഇവിടെ തങ്ങാൻ എനിക്കും പറ്റില്ല. എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങിയാണ് ചെല്ലാതിരിക്കുന്നതെന്ന് അമ്മ അമ്മൂമ്മയൊക്കെ വിചാരിക്കും. എടോ, താൻ വിഷമിക്കണ്ട. ആ തള്ള ഉറങ്ങിന്ന് ഉറപ്പ് വരുത്തിയിട്ടെ അടുക്കള വശത്തെ വാതിൽ തുറന്നിട്ടായിരുന്നാലും ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു കിടന്നോളാം. ആ പിന്നെ വണ്ടി ഇവിടെ ഇരുന്നോട്ടെ. ഇത് കണ്ടിട്ടെങ്കിൽ ആ പണ്ടാര തള്ളയ്ക്ക് വിശ്വാസമാവുമല്ലോ. നാശം പിടിക്കാനായിട്ട് ഏത് നേരത്താണോ നിന്ന് പോകുന്നില്ലെന്ന് അവരോട് എനിക്ക് പറയാൻ തോന്നിയത്. ഇന്നിത് എത്രാമത്തെയാ സേവിക്കുന്നതെന്ന് വല്ല പിടിയുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഇടതടവില്ലാതെ കുടിക്കാൻ മാത്രം എന്നതാ നിങ്ങൾക്ക് പറ്റിയത്? അപ്പച്ചൻ പാർട്ടീഷന്റെ കാര്യം പറഞ്ഞപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ നിങ്ങളുടെ ഈ ഒടുക്കത്തെ കുടി. ബെന്നിയോട് കുടിക്കരുതെന്ന് പറയാൻ നീ ആരാ? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ കുടിക്കും, എന്റെ ബോധം മറിയും വരെ. ബെന്നിക്കുന്ന ആഘോഷത്തിന്റെ ദിവസമാണ്. സന്തോഷം വന്ന പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റൂടെയാണ് നിങ്ങക്ക്? ഓ, അപ്പൊ ഇന്ന് സന്തോഷം ആഘോഷിക്കാനുള്ള പുറപ്പാടാ. എന്നിട്ട് എന്ത് പറ്റി ആഘോഷം ഒറ്റയ്ക്കാക്കി കളഞ്ഞത്? സാധാരണ സന്തോഷം വന്നാ കൂട്ടുകാരെയും കൂട്ടി ക്ലബിലേക്ക് ഇറങ്ങുകയാണല്ലോ പതിവ്. എന്നതാ നിന്ന് വേണ്ടാന്ന് വെച്ചത്? ഈ സന്തോഷേ അങ്ങനെ കൂട്ടുകാരായിട്ട് പങ്കിടാനുള്ളതല്ലടി സുസമേ. അത് ഈ ബെന്നിച്ചന്റെ നെഞ്ചും കൂട്ടിലിരുന്ന് തിളച്ചു തൂകുന്ന സന്തോഷ. അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഈ ബെന്നി തനിച്ച് മതിടി, തനിച്ച്. അതാ അതിന്റെ ഒരു സുഖം. ഇത്രയും നാള് പൂക്കാടൻ പൗലോസിന്റെ കാവൽപ്പട്ടിയെ പോലെ കൂടെ നടന്നതല്ലേ ഞാൻ. എനിക്ക് എന്നിട്ട് എന്നതാടി കിട്ടിയേ? കിട്ടി, ചന്തപ്പട്ടിക്ക് എല്ലും കഷ്ണം എറിഞ്ഞു കൊടുക്കും പോലെ എനിക്കും തന്നു പൗലോസ് മുതലാളി ഒരു അപ്പകഷ്ണം.
തുരുമ്പിച്ച ഒരു ട്രാവൽസും പെട്രോൾ ബങ്കും പിന്നെ ഓണം കയറാൻ മൂലയിൽ ഒരു സിനിമാ കോട്ടൻ. എന്നെ നാടി കിട്ടിയോളെ, ഇത്രയും കിട്ടാന്ന് വെച്ചാൽ ലാഭമല്ലയോ? വലിയ ലാഭം. ചാച്ചൻ വലിയ സ്നേഹമുള്ളവനാ. ആ സ്നേഹത്തിന്റെ വില എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയത് ഞാൻ ഇന്നാ. അപ്പൊ പിന്നെ സന്തോഷിക്കാതിരിക്കുന്നത് മോശമല്ലേടി? ഓ, അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. കുറഞ്ഞു പോയതിന്റെ സങ്കടമാണ് ഈ ആഘോഷിച്ച് തീർക്കുന്നത് അല്ലേ? നിങ്ങൾ ഇങ്ങനെ നിരാശപ്പെടേണ്ട മനുഷ്യ. ഇപ്പൊ കിട്ടിയത് നേരാവണ്ണം നോക്കി നടത്തിയാലും സുഭിക്ഷമായി ജീവിക്കാനുള്ള വകയുണ്ട്. പിന്നെ എന്നാത്തിനാ ഈ സങ്കടപ്പെടുന്നേ? ആര് പറഞ്ഞോടി ഒരുമിട്ടോളെ എനിക്ക് സങ്കടാണെന്ന്? ഞാൻ ആഗ്രഹിച്ചല്ല എന്റെ പെങ്ങൾക്ക് കിട്ടിയില്ലായോ, പിന്നെ ഞാൻ എന്തിനാടി സങ്കടപ്പെടുന്നേ? അവക്ക് കിട്ടിയ പിന്നെ അത് എനിക്ക് കിട്ടിയ പോലെ അല്ലേടി. പിന്നെ എന്നാ എനിക്ക് പേടിക്കാനുള്ളത്? ഞാൻ എന്നതെങ്കിലും ആവശ്യപ്പെട്ട ചങ്ക് പറിച്ചു തരും എന്റെ പെങ്ങള്. അത്രയ്ക്ക് മനസ്സലിവുള്ളവളാ എന്റെ സൈന. എനിക്കിപ്പോ കിട്ടിയതുകൂടി അവക്ക് കൊടുത്താലും എനിക്ക് നിരാശയൊന്നുമില്ലടി. എനിക്കവൾ അത്രയ്ക്ക് ജീവനാ, ജീവന്റെ ജീവൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവളുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് നുള്ളിടാൻ ഞാൻ സമ്മതിക്കല. പാപ്പിച്ചായന്റെയും പിന്നെ ഇച്ചായന്റെ ഒക്കെ പൊന്നു മോളാവള്, പൊന്നു മോള്. മതി പൊന്നാങ്ങൾ ഇങ്ങനെ പാടി പുകഴ്ത്തിയത്. ഈ കുടിയൊന്ന് അവസാനിപ്പിച്ച് വല്ലതും വന്ന് കഴിക്കാൻ നോക്ക്. ഹേ, ഒന്നും വേണ്ട. ഇനി ഇവനല്ലാതെ ഒന്നും ബെനിക്കിനി ഇറങ്ങുകയല്ല. നീ പോയിക്കോ. ഹാ, പോയിക്കോടി. പോടി അങ്ങോട്ട്. എവിടെ തെണ്ടാൻ പോയതാടാ ഇത്രയും നേരവും? ഇവിടെ രണ്ടെണ്ണം കാത്തിരിക്കുന്നു എന്നുള്ള വല്ല ബോധവും നിനക്കുണ്ടോ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പാതിരാത്രിക്കല്ലേ മീറ്റിംഗ്? നീ ഞങ്ങളോടുള്ള ദേഷ്യം തീർക്കാൻ മനഃപൂർവ്വം വൈകിയതാണെന്ന് എനിക്കറിയാം. ആയിക്കോ, ഞങ്ങളെ ഇട്ട് തീ തീറ്റിച്ചോ. ഒന്ന് വിളിച്ചാ ഫോൺ എടുക്കാൻ പോലും പറ്റാത്തത്ര ശത്രുക്കളായോടാ ഞാനും അമ്മയും നിനക്ക്? അമ്മേ, ഞാൻ വല്ലത് ക്ഷീണിച്ചിട്ടാ വന്നിരിക്കുന്നത്. ലേറ്റ് ആയതിന്റെ കാരണവും ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഫോൺ എടുക്കാത്തത് മനഃപൂർവ്വമൊന്നുമല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലായിപ്പോയി ഞാൻ. എന്ത് കൊടികെട്ടിയ മീറ്റിംഗ് ആണെങ്കിലും ഒരു കോൾ വിളിക്കാൻ സമയം കിട്ടാതിരിക്കുവോ? എനിക്കറിയാം നീ ഞങ്ങളോടുള്ള വാശി തീർക്കുക. ഞങ്ങളെ വിഷമിപ്പിക്കാൻ മനഃപൂർവ്വം, അതിനുവേണ്ടി മാത്രമാണ് നീ ഇത്രയും വൈകിയത്. അമ്മേ പ്ലീസ്, ഞാൻ അമ്മയടുത്ത് പറഞ്ഞു എനിക്കൊന്ന് കിടക്കണം, നല്ല ക്ഷീണമുണ്ട്. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇനി അവൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാവോ? അങ്ങനെ വരുമോ? ഇല്ല. എത്രയൊക്കെ ആയാലും ഒരു ചെറിയ സംശയമെങ്കിലും അവൾക്ക് തോന്നാതിരിക്കൂ. അല്ലെങ്കിൽ പിന്നെ അവളുടെ കാര്യങ്ങളിൽ ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെടുന്നത് എന്തിനാണെന്നെങ്കിലും അവൾക്കൊന്ന് ഊഹിച്ചൂടെ? അതോ ഇനി എന്നെ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ പറ്റില്ലെന്ന് സൂചന തരുവാണോ? ഈശ്വര, അവളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നീ എന്തൊരു വിഡ്ഢിയാടാ. മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയാതെ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ പൊട്ടൻ ശങ്കര, ഇപ്പൊ അവളുടെ അവസ്ഥയെക്കുറിച്ച് അവൾക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് നിന്നെ പോലെ യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ ഒരു അനാഥ പെണ്ണിനെ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ തയ്യാറാവില്ലെന്ന് അവള് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോ നിന്റെ മനസ്സിൽ എന്താണെന്ന് ആദ്യം നീ വേണ്ടേ അവളോട് തുറന്നു പറയാൻ? ശരിയാ അളിയ, അളിയൻ പറഞ്ഞപ്പോഴാ അതെനിക്ക് മനസ്സിലായത്. അവൾ ഒഴിഞ്ഞു മാറുന്നത് ആ തോന്നലുള്ളതുകൊണ്ട് തന്നെയാ. അല്ലെങ്കിൽ പിന്നെ എന്നെ പോലൊരു ജെന്റിൽമാനെ അവൾ എന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കണം? അതുകൊണ്ട് നാളെ തന്നെ ഞാൻ അവളോട് എന്റെ ഇഷ്ടം തുറന്നു പറയാൻ പോവാ.
ഗൗരി, താനൊരു ഗതിയില്ലാത്ത പെൺകുട്ടി ആയതുകൊണ്ട് എന്നെ പോലെ സുന്ദരനും മാന്യനും ഒരു ചെറുപ്പക്കാരനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് എന്തിനു കരുതണം? തനിക്കൊരു ജീവിതം തരാൻ എന്നെപ്പോലെ നല്ല മനസ്സുള്ള ഒരു ചെറുപ്പക്കാരന് തോന്നിയത് തന്റെ ഭാഗ്യമായി താൻ കരുതണം. ഇത് വേണ്ട. ഇത് നിന്റെ പൊങ്ങച്ചോയപ്പോ അതവക്ക് ഇഷ്ടമല്ലല്ലോ. സിമ്പിളായിട്ട് മതി. ഓക്കെ, നോക്കിക്കോ. എടോ ഭാഗ്യക്കുറി, എന്താന്നറിയില്ല, തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇങ്ങനെ മതിയല്ലേ? ഇത് ഓക്കെ. ഇതില്ല അവള് വീഴും. താങ്ക്സ് അളിയാ.